ആകാശത്തും ഇന്റർനെറ്റോ? ഇത് കേട്ട് ഞെട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ഒരു വിമാന കമ്പനി ഇതുവരെ വൈഫൈ സൗകര്യം ലഭ്യമാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫ്രീ വൈഫൈ അങ്ങ് ആകാശത്തും നൽകുകയാണ് മറ്റാരുമല്ല, ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ. പക്ഷേ ഈ ഫ്രീ സർവീസ് എല്ലാ കാലവുമില്ല, തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശേഷം നിശ്ചിത തുക ഈടാക്കി തുടങ്ങും. എയർ ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ആഭ്യന്തര രാജ്യാന്തര സർവീസുകളിലാണ് വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമായി തുടങ്ങിയത്. എയർ ഇന്ത്യയുടെ എയർബസ് A350, ബോയിങ് 7879 വിമാനങ്ങളിലും ചില എയർബസ് A321 നിയോ വിമാനങ്ങളിലും വൈഫൈ ലഭ്യമാകും. ബാക്കി വിമാനങ്ങളിലും വൈകാതെ സേവനമെത്തും. 10,000 അടി ഉയരത്തിന് മുകളിൽ പറക്കുമ്പോൾ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ എന്നിവയിലെല്ലാം വൈഫൈ ഉപയോഗിക്കാം. ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, സിംഗപ്പൂർ എന്നീ റൂട്ടുകളിൽ വൈഫൈ പരീക്ഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര സർവീസുകളിൽ കൂടി എയർ ഇന്ത്യ വൈഫൈ ആരംഭിച്ചിരിക്കുന്നത്. രാജ്യാന്തര ഫ്ലൈറ്റുകളിൽ പലതിലും വൈഫൈ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ആഭ്യന്തര സർവീസുകളിൽ ലഭ്യമായിരുന്നില്ല. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് എങ്ങനെ വൈഫൈ ഉപയോഗിക്കാമെന്ന് നോക്കാം. സിമ്പിൾ ആണ്. വൈഫൈ സൗകര്യമുള്ള ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ഡിവൈസിലെ വൈഫൈ ഓൺ ആക്കി സെർച്ച് ചെയ്യുക. എയർ ഇന്ത്യ വൈഫൈ തിരഞ്ഞെടുക്കുക. ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതോടെ എയർ ഇന്ത്യ പോർട്ടൽ തുറന്നു വരും. ഇതിൽ PNR, ലാസ്റ്റ് നെയിം എന്നിവ നൽകിയാൽ വൈഫൈ ലഭ്യമാകും. വിമാനയാത്രികർക്ക് ഒരേ സമയം ഒന്നിലധികം ഉപകരണങ്ങൾ വൈഫൈയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ജനുവരി 1 മുതൽ തെരഞ്ഞെടുത്ത വിമാനങ്ങളിൽ സേവനം ആരംഭിച്ചിട്ടുണ്ട്. ഉപഗ്രഹ കണക്ടിവിറ്റി, ഫ്ലൈറ്റിലെ മൊത്തം ഇന്റർനെറ്റ് ഉപയോഗം, റൂട്ടുകൾ എന്നിവ അനുസരിച്ചാകും ഇന്റർനെറ്റിന്റെ വേഗത. പാനസോണിക് ഏവിയേഷൻസിന്റെ സഹകരണത്തോടെ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ നെൽക്കോയാണ് വിസ്താരയുടെ രാജ്യാന്തര സർവീസുകളിൽ വൈഫൈ സൗകര്യം ലഭ്യമാക്കിയിരുന്നത്. ഇതേ സംവിധാനമാണ് എയർ ഇന്ത്യയും ഉപയോഗിക്കുന്നതെന്നാണ് സൂചന. വിമാനത്തിലെ വൈഫൈക്ക് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട്. ഗ്രൗണ്ട് അധിഷ്ഠിതവും മറ്റൊന്ന് ഉപഗ്രഹ അധിഷ്ഠിതവും. നിങ്ങളുടെ സെൽഫോണിന് സമാനമായ രീതിയിൽ എയർ ടു ഗ്രൗണ്ട് വൈഫൈ പ്രവർത്തിക്കുന്നു. ഒരു വിമാനത്തിന് അതിന്റെ അടിഭാഗത്ത് ഒരു ആന്റിനയുണ്ട്. അത് സെൽ ടവറുകളുമായി ബന്ധിപ്പിക്കുന്നു. വിമാനം സഞ്ചരിക്കുമ്പോൾ അത് റോളിംഗ് അടിസ്ഥാനത്തിൽ അടുത്തുള്ള ട്രാൻസ്മിറ്ററുമായി ബന്ധിപ്പിക്കുന്നു. വിമാനം അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ടായി മാറുന്നു. അങ്ങനെയാണ് ഫ്ലൈറ്റിനുള്ളിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നത്. ഇമെയിലുകൾ അയക്കുന്നതിനും കോളുകൾ ചെയ്യുന്നതിനും സിനിമകൾ സ്ട്രീം ചെയ്യുന്നതിനും ഒക്കെയുള്ള സ്പീഡ് ഈ കണക്ടിവിറ്റിക്ക് ഉണ്ടാകും. എന്നാൽ അറ്റ്ലാന്റിക് പോലെയുള്ള സമുദ്രങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ഈ സംവിധാനം പ്രവർത്തിക്കില്ല. അവിടെയാണ് സാറ്റലൈറ്റ് വരുന്നത്. ഒരു വിമാനത്തിന് 100 മെഗാഹെർട്സ് വരെ ബാൻഡ് വിഡ്ത്ത് നൽകാൻ കഴിവുള്ള സാറ്റലൈറ്റ് ആന്റിനയുള്ള ക്യാബ് ബാൻഡ് ഉപയോഗിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ചില എയർലൈനുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോകൾ സ്ട്രീം ചെയ്യാനും ഗെയിമുകൾ കളിക്കാനും ഒക്കെ ഈ ബാൻഡ് വിഡ്ത്തിൽ സാധിക്കും. ഒരു കണക്ഷൻ അനുവദിക്കുന്നതിന് ഉപഗ്രഹ വൈഫൈ ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഉപഗ്രഹം ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ വിമാനത്തിന്റെ മുകളിലുള്ള സാറ്റലൈറ്റ് ആന്റിന ഉപയോഗിച്ച് വിമാനവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. വിമാനം സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഉപഗ്രഹം ഉപയോഗിക്കുന്നു. സാറ്റലൈറ്റ് വൈഫൈ 2 വ്യത്യസ്ത ബാൻഡ് വിഡ്ത്തുകളിലാണ് പ്രവർത്തിക്കുന്നത്: നാരോ ബാൻഡും ബ്രോഡ് ബാൻഡും. സിനിമകൾ സ്ട്രീമിംഗ് ചെയ്യുന്നതിന് നാരോ ബാൻഡ് അനുയോജ്യമല്ലെങ്കിലും ഇവ രണ്ടും യാത്രക്കാർക്ക് പൂർണ്ണമായ ഇന്റർനെറ്റ് ആക്സസ് അനുവദിക്കുന്നുണ്ട്. അതേസമയം ഡെൽറ്റ പോലുള്ള ചില എയർലൈനുകൾ അവരുടെ സ്വന്തം ബ്രാൻഡിന് കീഴിൽ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായി പ്രവർത്തിക്കാറില്ല. വിമാനം ഏകദേശം 550 MPH വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ATG ആന്റിനകൾക്ക് സിഗ്നലുകൾ വേഗത്തിൽ മാറുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ഈ പ്രശ്നം മറികടക്കാൻ വിമാനം നീങ്ങുമ്പോൾ സിഗ്നലുകൾ പിടിക്കാൻ ഒന്നിലധികം പ്രോംഗുകൾ ഉപയോഗിച്ച് ആന്റിന രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഡിസൈൻ വിമാനത്തിന്റെ എയറോഡൈനാമിക്സിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇന്ധന ചെലവിനും അതുവഴി കൂടുതൽ പ്രവർത്തന ചെലവിനും കാരണമാകും.